ഇതിൽ ഒന്നാമതായിട്ട് എയിം ചെയ്തത് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ആയിരുന്നു. ഡ്രീം അവിടെ നിൽക്കും. ജോലി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ IT ലെവൽ എക്സാം ബിടെക് പഠിച്ചാൽ അത് കിട്ടുമെന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടേത് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതിലാണ് നമ്മുടെ റാങ്ക് ഇരിക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പണ്ടത്തെ പോലെ 4-5 വർഷത്തെ കാത്തിരിപ്പല്ല. ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളാണ് കേരള PSCയിൽ ഉടൻ വരാൻ പോകുന്നത്. ഏതാണ്ട് 20ഓളം ഇലക്ട്രിക്കൽ ടെക്നിക്കൽ എക്സാമിനേഷനുകളിൽ റാങ്ക് ജേതാവായ അശ്വജിത് സാറാണ് ഇന്ന് നമ്മളുമായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പങ്കിടാൻ വന്നിരിക്കുന്നത്. നമുക്ക് അശ്വജിത് സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം അശ്വജിത് സാർ. അശ്വജിത് സാർ, ഇലക്ട്രിക്കൽ മേഖലയിൽ നിന്ന് ഏതാണ്ട് 20ഓളം എക്സാമിനേഷനിലാണ് താങ്കൾ ഈ ഒരു ചെറിയ പീരീഡിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് ഇടം നേടിയിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല റാങ്കിൽ തന്നെ താങ്കൾ പ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വലിയൊരു നേട്ടമാണ്. അത് ആഗ്രഹം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി. അപ്പോൾ ആ ഒരു ഘടനയിൽ ആദ്യമായിട്ട് താങ്കളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, താങ്കൾ ആരാണ്, എന്താണ് എന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ശരി. എൻ്റെ പേര് അശ്വജിത് RS. കൊല്ലം ജില്ലയിലെ ആയൂരാണ് സ്വദേശം. ഞാൻ നിലവിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 2018 എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്തത്. ട്രിവാൻഡ്രം മാർബസിലിസ് കോളേജിൽ നിന്നാണ് ബിടെക് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 2020 CET നിന്നും എൻ്റെ MTech കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2022 ആദ്യമായി ഒരു സർക്കാർ സർവീസിലേക്ക് എത്തിയത്. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സെക്കൻഡ് ഗ്രേഡ് ഓഫീസറായിട്ടാണ് ജോലി പ്രവേശിച്ചത്. ശേഷം അവിടെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടും ജോലി നോക്കിയിരുന്നു. അതിനുശേഷം 2023 PWD ജോലി ലഭിച്ച് ഇപ്പോൾ നിലവിൽ 1.5 വർഷമായി അവിടെ ഇപ്പോൾ തുടരുകയാണ്. താങ്കളുടെ ഇൻട്രൊഡക്ഷൻ കേട്ടോ, ഒരു സാധാരണ ഒരു എഞ്ചിനീയർ ആസ്പിറന്റിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഘട്ടത്തിലാണ് താങ്കൾ ഈ ഒരു സർക്കാർ ജോലിയിലേക്ക് തിരിയുന്നത്. അതായത് CET പഠിച്ചിറങ്ങിയ ഒരു MTech ഹോൾഡർ എന്തുകൊണ്ട് പെട്ടെന്നൊരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാറി? സാധാരണ രീതിയിൽ ഈ ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും അവർ പൊതുവെ ജനറൽ PSCയിലേക്ക് തിരിയുന്നു, അല്ലെങ്കിൽ ബാങ്കിങ് എക്സാം പോലുള്ള മേഖലയിലേക്ക് തിരിയുന്നു. അവരാരും ടെക്നിക്കൽ മേഖല തിരഞ്ഞെടുക്കുന്നില്ല. താങ്കൾ ഈ ടെക്നിക്കൽ മേഖല തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ടെക്നിക്കൽ മേഖലയിൽ തന്നെ ഏതാണ്ട് 20ഓളം റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടു. അതും അത്യാവശ്യം നല്ല റാങ്കിൽ തന്നെ ഉൾപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് അതിലൊരു ആസ്പിറേഷൻ, അതായത് ഇത്രയധികം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടണമെങ്കിൽ കൃത്യമായിട്ടൊരു ഒരു വിഷൻ ഉണ്ടാവണം? എന്തായിരുന്നു അതിന്റെ കാരണം ആ ഒരു ടെക്നിക്കൽ മേഖലയിലേക്ക് വരാനുള്ള? അതായത് എനിക്ക് ഒരു സ്കൂൾ കാലഘട്ടം തൊട്ടേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനോട് പേഴ്സണലി താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊച്ചുനാളിലെ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ മൈക്ക് സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ പോകുമ്പോഴൊക്കെ അതിനോടൊരു താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ അന്നോട്ടേ എല്ലാവരും പറയും, ഇവ ഇലക്ട്രിക്കൽ വഴിയിലോട്ട് തന്നെ പോകും. അപ്പോൾ +2 ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും ഇത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും എടുക്കും. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ബിടെക് എടുക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ ബിടെക് ഇലക്ട്രിക്കൽ എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ ജോലിയോടൊരു താല്പര്യം അന്നേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ജോലിക്ക് തന്നെ ശ്രമിക്കണം എന്ന് അന്നേ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് സർക്കാർ തൊഴിലവസരം എന്ന് പറഞ്ഞാൽ KSEB മാത്രമേ നമ്മൾ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന സമയത്ത് KSEBയിലൊക്കെ ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് വരികയും അതിന്റെ റാങ്ക് ലിസ്റ്റുകളൊക്കെ നിലവിലുള്ള സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിലോട്ട്, അതായത് ഒരു IT മേഖലയിലോട്ട് പോകാനായിട്ട് അന്ന് ഒരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു MTech എന്നുള്ള രീതിയിൽ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ MTech എടുത്തു. അപ്പോൾ അന്ന് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബിടെക് സപ്ലൈ ഒന്നും ഇല്ലാതെ പാസ്സായെങ്കിലും ഒരു ഗേറ്റിന്റെ ലെവലിലേക്കുള്ള ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് MTech എടുക്കാൻ പറ്റിയത് CET തന്നെ ഒരു ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്ട്രീമിലായിരുന്നു. ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ പേര്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നാട്ടിലാണത് വരുന്നത്. അപ്പോൾ അത് 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ 2 വർഷം പഠിച്ചത് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിയുമ്പോൾ വീണ്ടും ഇലക്ട്രിക്കലിലോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ കോഴ്സ് എടുത്തെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് ആവശ്യമായ ഒരു പുതിയ കോഴ്സ് പഠിച്ചാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നോക്കിയത്. ഒരു തൊഴിലവസരത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് നോക്കിയത്. കാരണം ഇലക്ട്രിക്കലിൽ ഒരു ജോലി ലഭിച്ചില്ലെങ്കിൽ നമുക്കൊരു ജോലി വേണമല്ലോ. അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം കോവിഡ് വന്നു. ആ ടൈമിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലുള്ള നോട്ടിഫിക്കേഷൻ 2020 ജൂലൈ ഓഗസ്റ്റ് ടൈമോടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സാധ്യത അവിടെ തുറന്നു എന്ന് തോന്നി. എന്നാൽ പോലും ഞാൻ ആദ്യം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ, അതായത് കോവിഡ് ആയതുകൊണ്ട് നേരത്തെ കോളേജസ് ഒക്കെ അടച്ചു. ഇന്നപ്പോൾ
എത്രയും പെട്ടെന്ന് ജോലി വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് വീട്ടിലാണെങ്കിലും സമ്മർദ്ദം വന്നത് ബാങ്ക് കോച്ചിങ്ങിന് പോകാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ട്രെൻഡാണല്ലോ, ബിടെക് കഴിഞ്ഞാലും എംടെക് കഴിഞ്ഞാലും ഒരു ബാങ്ക് പോയാൽ കിട്ടും, ബാങ്കിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ സ്വാഭാവികമായിട്ട് അതിന്റെ കോച്ചിങ്ങിന് പോയി 3 മാസം പഠിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചത് ഇതല്ല, അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ കാത്ത് വേറെ എവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ഗുഡ് ബൈ പറഞ്ഞു വന്നു. ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഒരു ജോലിക്ക് എനിക്ക് ശ്രമിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതിലെ പ്രിപ്പറേഷനിലേക്ക് കടന്നു. അതായത് അപ്പൊ ശരിക്കും താങ്കളുടെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് ഒരു വലിയ വിജയം നേടിയിരിക്കുകയാണ് അല്ലേ? അതായത് താങ്കളുടെ ആഗ്രഹം, അതായത് ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നൊരു വലിയൊരു മെസ്സേജാണ് താങ്കൾ നൽകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാകുന്ന ഒരു ഭാഷ തന്നെയാണ്. അപ്പം ഇതേപോലെ ഏത് ആസ്പിറൻസിനും ഇത് സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതപ്പം അതിൽ ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്, ബിടെക് കഴിഞ്ഞാണ്. അപ്പൊ താങ്കൾക്ക് ഇലക്ട്രിക്കൽ മേഖലയിലായിരുന്നു ആഗ്രഹം. അപ്പൊ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഒരു പർട്ടിക്കുലർ പോസ്റ്റിനോട്, ഒരു നിർദ്ദിഷ്ട പോസ്റ്റിനോട് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് താങ്കൾ തയ്യാറെടുത്തിരുന്നു? ഏതെങ്കിലും താങ്കളുടെ ലക്ഷ്യം ഇന്നതാണ് എന്ന രീതിയിൽ തയ്യാറെടുത്തിരുന്നു? തീർച്ചയായിട്ടും. അത് ഏതായിരുന്നു? അത് നമ്മള് ബിടെക്കിന് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, KSEB എന്ന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിനുള്ള ഏറ്റവും വലിയ അവസരം നമ്മുടെ നാട്ടിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമ്മൾ കേട്ട് പോയിട്ടുണ്ടെന്നല്ലാതെ ഇതിൽ ഡയറക്റ്റ് ഒരു PSC ത്രൂ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും എന്തൊക്കെയാണ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസക്തി എന്നും അല്ലെങ്കിൽ അവിടുത്തെ പോസ്റ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബിടെക് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത് അയാൾ പഠിച്ച ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഏറ്റവും ഹയർ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് തന്നെ എത്തണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. അതേ ആഗ്രഹത്തിൽ തന്നെ ഞാനും വിചാരിച്ചു. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ AE നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ കറക്റ്റ് പോസ്റ്റ് വിളിച്ചു, അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു ഇതിലിപ്പോൾ എന്തായാലും അതിന് തന്നെ പഠിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസ്റ്റ് മുന്നിൽ കണ്ടുള്ള പ്രിപ്പറേഷനിലാണ് പിന്നെ ഈ പറയുന്ന മറ്റ് പോസ്റ്റുകൾക്ക് കാര്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തതും റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒരു വലിയ വഴിത്തിരിവായി, KSEB AE ഒരു വഴിത്തിരിവായി. ഈ 2 പരീക്ഷകളാണ് സാറിന്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, അതിന്റെ ഒരു ഇമ്പാക്ട്, അതായത് അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഇങ്ങനെ 20ഓളം റാങ്ക് ലിസ്റ്റിൽ താങ്കളെ കൊണ്ടെത്തിച്ചു. അതായത് ഒരു എഫേർട്ടിലൂടെ തന്നെ ഏതാണ്ട് പല ബെനിഫിറ്റ്സ് താങ്കൾക്ക് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ സാറിന്റെ ഈ ഒരു അനുഭവങ്ങൾ കേട്ടപ്പോൾ, അതായത് താങ്കൾ ലക്ഷ്യമാക്കിയത് 2 എക്സാമുകളാണ്, അതായത് KSEB AEയും ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും. അങ്ങനെ ഈ 2 എക്സാമുകളെ ലക്ഷ്യം വെച്ച് തയ്യാറെടുത്തപ്പോൾ ഏതാണ്ട് 20ഓളം എക്സാമുകളിലെ ആണ് താങ്കളുടെ റാങ്ക് ലിസ്റ്റ് ഇടം നേടിയത്. അപ്പം ആ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏതാണ്ട് ഈ 20-നടുത്തോളം റാങ്ക് ലിസ്റ്റ് ഉണ്ട് താങ്കൾ. അപ്പം എല്ലാം താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിലും സാറിന്റെ ഓർമ്മയിലുള്ള ഏതൊക്കെ പോസ്റ്റുകളിലാണ് സാറ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് എന്നൊന്ന് പറയാൻ കഴിയും? തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇതിൽ ഒന്നാമതായിട്ട് എയിം ചെയ്തത് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലും കമ്പൈൻഡ് എക്സാം ആയിരുന്നു. അപ്പോൾ ആ 2 ലിസ്റ്റും പബ്ലിഷ് ചെയ്തപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെ എക്സാമിൽ അതിന് 28ാം റാങ്കും PWD AEക്ക് 27ാം റാങ്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രണ്ടും വന്നപ്പോൾ ജോലി കിട്ടാനുള്ള റാങ്ക് ഉണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിസ്റ്റ് വരുന്നത് 2023 ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ അതിന് മുന്നേ, അതായത് നമ്മുടെ ഇൻസ്പെക്ടറേറ്റൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം 2022 ആദ്യ ടൈമിലാണ് ഈ ദേവസ്വം ബോർഡിലേക്ക്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് 2nd ഗ്രേഡ് ഓവർസിയറിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെയും നോട്ടിഫിക്കേഷൻ വന്നത്. അത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ത്രൂ ആണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ അത് ഒരു വർഷത്തിനകത്ത് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ PSC എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. അതിനാണ് ചിലപ്പോൾ 2ആവാം 3ആവാം വർഷങ്ങളിൽ എടുത്തുന്നിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസരം വന്നപ്പോൾ നമ്മൾ ഇൻസ്പെക്ടറേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിട്ടുള്ള എക്സാമിനും നമുക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് വന്ന ദേവസ്വം ബോർഡ് 2nd ഗ്രേഡ് ഓവർസിയറിന്റെ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് AEയുടെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് അതിന് 4ാം റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർസിയർ അന്ന് 8 വേക്കൻസി എന്നുണ്ട്. അപ്പോൾ എന്തായാലും ജോലിയിലേക്ക് എത്തി തുടങ്ങി എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. പിന്നെ AEയുടെ ലിസ്റ്റ് വന്നപ്പോൾ 4ാം റാങ്കാണ്, ചിലപ്പോൾ കുറച്ച് വൈകിയാലും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിന് ഒപ്പം തന്നെ, അതായത് എക്സാംസ് അറിയാമല്ലോ, ഒരേ ടൈമിൽ വിളിച്ച് ഒരേ സമയമാണ് ഇതിന്റെ എക്സാംസ് എല്ലാം നടക്കുന്നത്. ലിസ്റ്റ് പല സമയത്ത് വരുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന എക്സാംസ് ഇപ്പോൾ PWD ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, പിന്നെ അപ്പെക്സ് സൊസൈറ്റീസ്, നമ്മുടെ മത്സ്യഫെഡൊക്കെ ഉൾപ്പെടെയുള്ള അവിടെ ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, KW ഓപ്പറേറ്റർ. അപ്പോൾ KW ഓപ്പറേറ്റർ കുറച്ച് എയിം ചെയ്തൊരു പോസ്റ്റ് ആയിരുന്നു. കാരണം അത്യാവശ്യം വേക്കൻസി വരുന്നു, പ്രിപ്പയർ ചെയ്താൽ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു പോസ്റ്റ് എന്നറിയാം. അപ്പോൾ അതിനന്ന് 9ാം റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. PWD ലൈൻമാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ, അതിന് 5ാം റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ എഴുതിയ എക്സാംസ് എല്ലാം വന്നു. പിന്നെ അതിനുശേഷം
ഈ പറഞ്ഞ ജോലിയിലേക്ക് കടന്നതിന് ശേഷമായിരുന്നു KSEB സബ് എഞ്ചിനീയറിന്റെ എക്സാം ആണെങ്കിലും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം ഒക്കെ നടക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനി എന്നൊരു പോസ്റ്റ്, അതായത് അസിസ്റ്റന്റ് മാനേജർ ഇക്വലന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതിന്റെ ഒരു എക്സാം വിളിച്ചു. അപ്പോൾ അതിൽ എനിക്ക് ആ തുടക്കത്തിലെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ പറ്റി. അപ്പോൾ അവിടെ PSC ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് കുറച്ച് വ്യത്യാസമുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കില്ല്, പേഴ്സണൽ ഇന്റർവ്യൂ, അങ്ങനെ 3 ഇതായിട്ടൊക്കെയാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു 23ാമത്തെ റാങ്കിലേക്ക് എത്താൻ പറ്റി. ജോലിയിലേക്ക് പക്ഷേ എനിക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അത് കുറച്ച് വിഷമം ഉണ്ടായി. കാരണം ഒരു എഞ്ചിനീയറിംഗ് ലെവൽ ജോലിയാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലത്തെ ഒരു വലിയൊരു PSUലേക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതായിരുന്നു. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഇൻസ്പെക്ടറേറ്റ് എന്തായാലും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ എക്സാം വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. ഇത് പോയാൽ നമ്മൾ അതിൽ പിടിക്കും. ആ ഒരു ലക്ഷ്യത്തിലായിരുന്നു പിന്നെയുള്ള പ്രിപ്പറേഷൻ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് സാറ് പറഞ്ഞതിൽ നിന്ന് ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് കിട്ടിയത് ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. അതായത് വേക്കൻസികളുടെ എണ്ണം നോക്കിയല്ല സാർ അപ്ലൈ ചെയ്തത്. ഏതൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട് അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്പർ കുറവാണ്, കിട്ടത്തില്ലെന്ന് പറഞ്ഞ പല വേക്കൻസികളിലേക്കും അഡ്വൈസ് കിട്ടുന്ന റാങ്കിന് താഴെയായിട്ട് സാറിന് അഡ്വൈസ് വന്നു. അതായത് ശരിക്കും അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് 1 or 2 ഉണ്ടെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്ത് എഫേർട്ട് ഇട്ട് പഠിച്ചെഴുതിയാൽ അതിന് പ്രയോജനം കിട്ടുമെന്നുള്ളതാണ് അല്ലേ? അതിൽ ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എൻ്റെ ഓർമ്മ 4 വേക്കൻസിക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 50+ അഡ്വൈസ് ആയി കഴിഞ്ഞു. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഫസ്റ്റ് അഡ്വൈസ് ചെയ്തപ്പോൾ തന്നെ ഒരു 20+ലേക്ക് വേക്കൻസി മാറിക്കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു പീരീഡ് കൊണ്ടാണ് അത്രയും ഒരു നമ്പറിലേക്ക് മാറുന്നത്. അതിപ്പോൾ ഏത് പോസ്റ്റ് എടുത്താലും അങ്ങനെ. ഇപ്പോൾ ഈ ഞാൻ ആദ്യം ജോലിക്ക് കയറിയ ഈ ദേവസ്വം ബോർഡിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആയിരുന്നെങ്കിൽ 8 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അത് ആ റാങ്ക് ലിസ്റ്റ് തീർത്തെടുത്തു. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന അവസ്ഥ വരെ ആളുകൾ, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെല്ലാം കോമൺ ആണ്. സ്വാഭാവികമായിട്ടും അവരുടെ കംഫോർട്ട് സോൺ അനുസരിച്ച് പുതിയ പോസ്റ്റുകളിലേക്ക് മാറിപ്പോകുമ്പോൾ അവിടെ വീണ്ടും ഫ്രഷ് വേക്കൻസി വരും. അല്ല മറ്റ് ജോലി ഇരിക്കുന്നതുകൊണ്ട് ജോയിൻ ചെയ്യാതിരിക്കുമ്പോൾ എൻജോയ്ഡ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും താഴോട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ അന്നത്തെ എന്തെങ്കിലും ഒരു സമയത്തിന് ഇതുകൊണ്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ പ്രിപ്പറേഷൻ ഒരു റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ച് ബാക്കിലായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ജോലിയിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതൊരു വലിയൊരു ഇൻഫർമേഷൻ ആണ്. പലരും എഫർട്ട് ഇടാത്ത അല്ലെങ്കിൽ തയ്യാറെടുക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി കുറവാണ്, നമ്പർ ഓഫ് നോട്ടിഫിക്കേഷനിലെ വേക്കൻസി കുറവാണ്, ഞങ്ങൾ എന്തിനു വേണ്ടി ഇതിനെ ചിന്തിക്കുന്നത്. അതായത് അതൊരു ശരിക്കും ഒരു മടിയന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കലും ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ടേക്ക് നയിക്കാതെ പിന്നേക്ക് വലിച്ചു മാറ്റുന്ന ഒരു ഇതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം ഉപേക്ഷിച്ചാൽ തന്നെ നമ്മൾ പാതി വിജയിച്ചു അല്ലേ? ശരിയാണ്. അപ്പം ഇത്രയും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് സാറ്, ഈ ഒരു പഠനത്തിനായിട്ട് എന്ത് തരത്തിലുള്ള ഒരു മെത്തേഡ് ഓഫ് സ്ട്രാറ്റജി, അതൊരു എന്തായാലും നമ്മൾ ബിടെക്കിന് പഠിച്ച പോലെ കുറെ ബുക്കുകൾ എടുത്ത് വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ സാറിന്റെ സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു സാറിന്റെ സ്റ്റഡി സ്ട്രാറ്റജി? അതായത് സെൽഫ് സ്റ്റഡി എന്തായാലും ഉണ്ടാവണം. ആ സെൽഫ് സ്റ്റഡിയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? അതായത് നമ്മൾ ബിടെക്കിന് 4 വർഷം കൊണ്ട് പഠിച്ച കോഴ്സിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ അത് പലതരത്തിലാണ് നമുക്ക് PSC എക്സാംസിന് ആപ്ലിക്കബിൾ ഉള്ളത്. ഇപ്പോൾ ഒരു AE പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് 4 വർഷത്തെ ബിടെക് കോഴ്സിൽ പഠിച്ചിട്ടുള്ള ഒട്ടുമിക്ക സബ്ജക്റ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ബിടെക്കിന് പഠിച്ച അതേ അളവിലായിരിക്കത്തിൽ ചിലപ്പോൾ PSCക്ക് നമുക്ക് ആവശ്യമുണ്ടായിട്ട് വരിക. ഇപ്പോൾ ഒരാൾ ബിടെക്കിന്റെ റെഗുലർ സ്റ്റഡീസിൽ ഒരു 9 പോയിന്റർ ആയതുകൊണ്ട് അയാൾക്ക് PSC എന്തായാലും എഴുതിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾ ഞാൻ ജസ്റ്റ് പാസ്സാണ് ബിടെക്കിന്, എനിക്ക് കുറെ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുറെ സമയം എടുത്താൻ എഴുതിയെടുത്ത്, എനിക്ക് PSC പറ്റുമെന്നുള്ളത് അവർക്കും സ്വാഭാവികമായിട്ടും PSCക്ക് ഇത് കിട്ടത്തില്ല എന്ന് പറയാനിരിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ PSC എന്ന് പറഞ്ഞാൽ നമ്മൾ ബിടെക്കിന് പഠിച്ച കാര്യങ്ങളെ കൃത്യമായി ആ സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് സ്ട്രക്ചർഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചെടുക്കുന്ന ആൾക്കാർക്കാണ് ജോലിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. കൺസിസ്റ്റൻസി ഒരു വലിയ ഘടകമാണ്, വളരെ വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ ഒരു മറ്റ് ജോലി പോലെയല്ല, ഒരു സർക്കാർ ജോലിയുടെ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ എക്സാം ഷെഡ്യൂൾ ഇട്ട് എക്സാം നടന്ന്, ഇപ്പോൾ ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരണം, ശേഷം ഇന്റർവ്യൂ നടന്നിട്ടാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക. എന്നിട്ട് അതിനുശേഷമാണ് ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരിക. അപ്പോൾ ഇതിനകത്ത് വരുന്ന നോട്ടിഫൈ ചെയ്യുന്ന വേക്കൻസികളിലേക്കെല്ലാം ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടക്കുക. അപ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ട് 1ാം റാങ്കിലേക്ക് എത്തിയാൽ നമുക്ക് ആദ്യത്തെ വേക്കൻസി തന്നെ നമുക്ക് ജോലിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു, പക്ഷേ നമുക്ക് ആ ഒരു എക്സാമിന്റെ അറ്റ്മോസ്ഫിയർ ഒരു എൻ്റെ ഡിഫറൻ്റ് ആണ്. ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ഫസ്റ്റ് റാങ്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റാങ്കിലേക്ക് എത്താൻ പറ്റില്ലെന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടെ ഇതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് എക്സാംസിൽ ചിലപ്പോൾ അതിലായിരിക്കും നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. ഓക്കെ, ഈ ഒരു എഫർട്ടാണ് സാറിനെ ഈ ഒരു വലിയ റിസൾട്ടിലേക്ക് എത്തിച്ചത്. അപ്പം ഇത്രയും എഫർട്ട് ഇട്ടതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, സാറിന് ഏതെങ്കിലും രീതിയിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്ന ഒരു
ഘട്ടത്തിലേക്ക് സാറിന് പോകേണ്ടി വന്നു? സാറിന്റെ കൃത്യമായ വിഷൻ ഉണ്ടായിരുന്നു എങ്കിലും സാർ കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം എപ്പോഴെങ്കിലും അഡോപ്റ്റ് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു PSC എക്സാം 100 മാർക്കിന് എക്സാം ആണ്, 90 മിനിറ്റാണ് സമയം ഉണ്ടായിരിക്കുക. അപ്പോൾ നേരത്തെ, അതായത് 2020 മുന്നേ ഉള്ള നോട്ടിഫിക്കേഷൻ എന്ന എക്സാമിന്റെ പാറ്റേൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എക്സാംസിനാണെങ്കിൽ മെഷീൻസും പവർ സിസ്റ്റവും ആണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഫോക്കസ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 40 to 50% ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് കിട്ടും. പിന്നെയാണ് ബാക്കിയുള്ള സബ്ജക്ട്സിലുള്ള പ്രിപ്പറേഷൻ വരിക. എന്നാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്, 2020 ശേഷം വന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജിലുള്ള 10 സബ്ജക്റ്റുകളാണ്. അതായത് ബിടെക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ, ചിലപ്പോൾ നമ്മൾ ബിടെക്കിൽ ഇത് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് പറഞ്ഞ് പഠിച്ച വിഷയങ്ങളായിരിക്കും, അതിനും 10 മാർക്ക്, എന്നാൽ മെഷീൻസിനും 10 മാർക്ക്. സ്വാഭാവികമായിട്ടും ആ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഒരു PSC പബ്ലിഷ് ചെയ്യുന്ന സിലബസിൽ പറയുന്ന ആ ഒരു പാറ്റേണിൽ അത്ര മാർക്ക് വരത്തക്ക രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഇപ്പോൾ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. പണ്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ, അതായത് മെഷീൻസും പവർ സിസ്റ്റം പക്ക ആണ് എന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല റാങ്ക് കിട്ടിയെന്നിരിക്കാം. ബാക്കി ഈ പറഞ്ഞ ആ സമയത്ത് ലക്ക് ഫാക്ടർ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ശരിയായി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു സബ്ജക്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പോൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണെങ്കിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അല്ല പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാം 10 മാർക്ക് വീതമുള്ള വെയിറ്റേജിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിലബസ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ ഒരു ഔട്ട്ലൈൻ ഇല്ലാതെ ഇത് പഠിക്കാൻ പോലും ഒരിക്കലും നമുക്ക് ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസിന്റെ ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പം പേഴ്സണലി ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്ത ആളുകൾ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പോടെയാണ് ഈ ഒരു, എന്ന് വെച്ചാൽ ഒരു സെന്റർ ആവണം എന്നില്ല, പേഴ്സണലായിട്ട് ആരെങ്കിലും തന്നെ ചോദിച്ചുള്ള നേരത്തെ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഗൈഡൻസ് ആവാം. അപ്പോൾ അത് ആ ഒരു സമയത്തിനകത്ത് എങ്ങനെ കവർ ചെയ്യുന്നുള്ള പ്രധാനമാണ്. കാരണം നമുക്ക് ടൈമും ഉണ്ട്. ആ ടൈമിനകത്ത് തന്നെ ഈ സിലബസ് ഫുള്ള് കവർ ചെയ്യണം, റിവൈസ് ചെയ്യണം, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ എക്സാമിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു സഹായം, ഒരു കൈസഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എക്സാം. സാറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന്, സാറിന്റെ ഒരു ഗൈഡൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതായത് ഈ കൃത്യമായ പെർസീവറൻസോടുകൂടി കൃത്യമായ സമയം, കൃത്യമായ ഗൈഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഈ ഒരു ടെക്നിക്കൽ മേഖലയുള്ളതെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ നമ്മുടെ പൊതുവെ കാണുന്ന പ്രവണത, നമുക്ക് ചുറ്റുമുള്ള ധാരാളം ടെക്നിക്കൽ മേഖലയിലെ ബിരുദധാരികൾ ചൂസ് ചെയ്യുന്നത് ജനറൽ PSC ആണ്. ഈ ജനറൽ PSCയുടെ ഒരു പ്രശ്നം നമുക്കറിയാം, ഒരു വലിയ കോമ്പറ്റീവ് ടൈറ്റ് ഫീൽഡാണ്, എല്ലാവരും വരുന്നൊരു മേഖലയാണ്. അപ്പം അത് വെച്ച് കമ്പയർ നോക്കുമ്പം സാറിന് എന്താണ് ഈ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം? അതായത് ഈ ഉദ്യോഗാർത്ഥികൾ ജനറൽ PSCയിലേക്ക് പോകാതെ ടെക്നിക്കൽ PSCയിലേക്ക് ഫോക്കസ് ചെയ്താലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നാണ് സാർ കരുതുന്നത്? അതിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, അതായത് ഇപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവർ നോൺ ടെക്നിക്കൽ PSCയിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇവർക്ക് പറ്റത്തില്ല, അതല്ലെങ്കിൽ ഇത് ഒഴിവ് വരത്തില്ല. ഒന്നാമത്തെ ഒരു ഇതാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ PSCയിൽ എന്താ ചാൻസ്, മറ്റേതാകുമ്പോൾ ഇത്രയും ഒഴിവ് വരുന്നതല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ മാത്രമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില പോസ്റ്റുകൾ ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കും. ഒരിക്കലും നോട്ടിഫൈ ചെയ്ത സമയത്തെ ആ ഒരു വേക്കൻസിയിലേക്ക് ആയിരിക്കത്തില്ല അൾട്ടിമേറ്റ്ലി ഈ റിക്രൂട്ട്മെന്റ് വന്ന് അവസാനിക്കുക. പിന്നെ മറ്റു കാര്യം, ബിടെക് ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ പറയുന്ന നമ്മൾ കോഴ്സിൽ പല സെമ്മുകളിലായിട്ട് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് ഇവിടെ പല വെയിറ്റേജിലായിട്ട് PSCക്കും പഠിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ബിടെക് ആയാലും ഇലക്ട്രിക്കൽ എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തു, സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു PSCയിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് തോന്നില്ല. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് ഒരു എഞ്ചിനീയർ ലെവൽ പോസ്റ്റിലെത്തിയാൽ ഒരു ഗസറ്റർ റാങ്കിലേക്കാണ് പോസ്റ്റിംഗ് നടക്കുക. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്നുള്ള ഗസറ്റർ പോസ്റ്റിലേക്കാണ് കിട്ടുക. താരതമ്യേന സമാനം നല്ലൊരു പേ സ്കെയിലായിരിക്കും ഒരു ജോലിക്ക് കയറുക. അതനുസരിച്ചിട്ടുള്ള ഒരു കരിയർ ഗ്രോത്ത് അവർക്ക് അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ വഴി ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വരെ എത്താൻ പറ്റുന്ന ഇത്രയും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ, ഇപ്പം അത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരു പോസിബിലിറ്റി അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച മേലെ തന്നെ നമുക്ക് എക്സൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ പഠിച്ച് നമുക്ക് അതിനെ റെക്കോർഡിക്കലി ഞാൻ ബിടെക് ഇലക്ട്രിക്കൽ എടുത്തു, എൻ്റെ ബിടെക് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഒരു പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കൃത്യമായിട്ട് സ്മാർട്ട് വർക്ക് നടത്തി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാനും അത്യാവശ്യം നല്ല പേ സ്കെയിലിൽ എത്താനും പറ്റുന്ന പ്രൊമോഷൻ സാധ്യതകളും ഉള്ളതാണ് ഈ ഒരു ടെക്നിക്കൽ മേഖല എന്ന്. അതെ, അത് പലപ്പോഴും പലരും തിരിച്ചറിയാതെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഇടുമ്പോൾ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവസരം ഉണ്ടായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ എനിക്കിത് വേണ്ട,
ഇപ്പോൾ ഓക്കെ ഈ ഒരു മേഖലയോട് താല്പര്യമില്ല, ആരെങ്കിലും നിർബന്ധത്തിൽ എടുത്തു പോയ ആൾക്കാരാണെങ്കിൽ മേ ബി അവരെ നമുക്ക് ഒഴിവാക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു പോയി, അങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ അവരെ ഇതെടുക്കാം. അല്ല ഇതിനെ ഒരു സംശയത്തോടെ കണ്ടതിന്റെ പേരിലാണെങ്കിൽ അതിന്റെ ആവശ്യമുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്ന അവസരമുള്ളൂ. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഈ പറഞ്ഞ പലപ്പോഴും റിക്രൂട്ട്മെന്റ് പോകും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ KSEB എന്ന് പറയുന്നത് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയ സമയത്തും ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്. KSEBിലേക്ക് ഇനിയിപ്പോൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നു പറഞ്ഞാൽ ഇനി നോട്ടിഫിക്കേഷൻ വരത്തില്ല. അങ്ങനെ ഫുൾ നെഗറ്റീവ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഇറങ്ങുന്നവരെല്ലാം വിചാരിക്കും സർക്കാർ ജോലിയൊന്നും കിട്ടത്തില്ല. പിന്നെ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഡ്രീമായിട്ടിരിക്കുന്ന ആളുകൾ കുറച്ച് പേര് മാത്രം ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അവരുടെ മേഖലയിൽ IT മേഖലയിലോട്ടോ സോഫ്റ്റ്വെയറിലോട്ടോ അല്ലെങ്കിൽ പുറത്ത് വിദേശത്തെ MS എടുക്കാനൊക്കെ പോകും. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ സ്ഥലത്താണ് KSEB സബ് എഞ്ചിനീയറിൻ്റെ ആയാലും അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ആയാലും നോട്ടിഫിക്കേഷൻ വരുന്നതാണെങ്കിലും ഇപ്പം തന്നെ സബ് എഞ്ചിനീയർ ഓൾമോസ്റ്റ് ഒരു 600ഓളം അഡ്വൈസ് ആയിക്കഴിഞ്ഞു. ഇനി ലിസ്റ്റിന് ഇനി 1 വർഷം കാലാവധി ഉണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 230ഓളം അഡ്വൈസ് പോയി കഴിഞ്ഞു. അതിന് ഇനി 3 വർഷത്തോളം ഏകദേശം 2.5 വർഷത്തോളം ലിസ്റ്റിന്റെ കാലാവധി കിടക്കുകയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ അതായത് ഒൺലി BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. നേരത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് കൂടെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇത്രയും അവസരം നാട്ടിലുണ്ട്. ഇപ്പോൾ നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു അത്യാവശ്യം മാന്യമായ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അവരത് എക്സ്പ്ലോർ ചെയ്യാത്തത് ഒരു ശരിയായ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് സാറ് പറഞ്ഞതെന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ ഓഫ് ആൾക്കാരോട് മാത്രമേ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ജനറൽ ബിഎസ്സിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പ്രിപ്പയർ ചെയ്തിട്ട് മത്സരിക്കുന്നത്. ഇത് ഒരു ചെറിയ മാസത്തിനോട് മത്സരിച്ചാൽ ഏതാണ്ട് ജനറൽ PSCയിൽ നടക്കുന്ന നിയമനത്തിന് തതുല്യമായിട്ടുള്ള നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം സാറിന്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പോഴാണ് ഞാൻ പോലും അത് ശരിക്കും ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കുന്നത്. അപ്പം സാറിന് ഇനിയും ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടായിരിക്കും, ചിലർ തയ്യാറെടുത്താൽ കൊള്ളാവുന്നുള്ളവരുണ്ടാവും, ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അവരോടായിട്ട് സാറിന് ഇത്രയും എക്സാമുകളിൽ ക്ലിയർ ചെയ്ത് അത്യാവശ്യം നല്ല റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ താങ്കൾക്ക് ഒരു എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്ന് ഉള്ള രീതിയിൽ എന്താണ് കൊടുക്കാനുള്ളത്? കാരണം താങ്കളുടെ ആ ഒരു വേർഡിന് വലിയ വാല്യൂ ഉണ്ട്. എന്താണ് താങ്കൾക്ക് ആ ഒരു കാര്യത്തിൽ കുട്ടികളോടായിട്ട് പറയാനുള്ളത്, അതായത് തയ്യാറെടുക്കുന്നവരായിട്ട് പറയാനുള്ളത്? അപ്പോൾ ഇതിൽ ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം, ഈ നോൺ ടെക്നിക്കൽ മേഖലയിൽ പോയിട്ട് അവരെ ഇത് വെച്ചിട്ട് BTechകാരായിരിക്കാം അവർക്ക് തിരിച്ച് ടെക്നിക്കൽ മേഖലയിലോട്ട് വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ BTech കഴിഞ്ഞിട്ട് ഇപ്പോൾ LD ക്ലർക്കായിട്ടും മറ്റും ഗവൺമെന്റ് സർവീസിൻ്റെ കയറിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ തിരിച്ച് ഇത് ഒന്ന് പരീക്ഷ നോക്കാനോ ഒന്നാമത് ജോലി കിട്ടി, അപ്പോൾ കുറച്ച് കാലുറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പം വേണമെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചാൽ കിട്ടും എന്നുണ്ടെങ്കിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പേഴ്സണലി പറയുന്നത്, ഇത് പുറത്തുള്ള ആളുകൾ പറഞ്ഞിട്ട് ആയിരിക്കരുത് നമ്മൾ ഡിസിഷൻ എടുക്കണം. നമ്മൾ മനസ്സിലാക്കണം സ്വന്തമായിട്ട്. കാരണം ഇപ്പോൾ എല്ലാ ഓപ്പൺ സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ പോസ്റ്റിനും എത്ര വേക്കൻസി വരുന്നുണ്ട്, എത്ര പേര് എടുക്കുന്നുണ്ട്, ആപ്ലിക്കൻസ് എത്രയാണ്, കൺഫർമേഷൻ കൊടുത്ത് എത്ര പേരാണ്, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുന്നേ നടന്ന റിക്രൂട്ട്മെന്റ് സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണോ. പിന്നെ ഇപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരുപാട് ഓപ്പൺ ആക്സസ് വീഡിയോസ്, ലെക്ചേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വർക്കൗട്ട് ഇതെല്ലാം കിട്ടും. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ. അത് പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇനി എൻ്റെ ഒരു സാഹചര്യം പറയുമായിരുന്നെങ്കിൽ ഞാൻ 2 തവണ ഗേറ്റ് എഴുതിയപ്പോൾ അത് രണ്ടും എനിക്ക് ക്വാളിഫൈ ആയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്ന റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഞാൻ എഴുതി. അപ്പോൾ അതിൻ്റെ CBT 1 ക്വാളിഫൈ ചെയ്ത് CBT 2 ടെക്നിക്കലാണ്, എന്നിട്ട് പോലും അന്ന് വിജയിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, ഇത് എന്നെ കൊണ്ടൊക്കെ പറ്റുന്നതാണോ? കാരണം ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ടെക്നിക്കലി അത്ര നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡോടെ വരാൻ പറ്റത്തില്ലെന്ന് വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ എക്സാംസിനും അതിൻ്റേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഒരു നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ സബ്ജക്റ്റിന്റെ ടച്ച് ഫുൾ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അയാൾ ഏറ്റവും വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾക്കായിരിക്കും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഇപ്പോൾ BTech പഠിക്കുമ്പോൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പാസ്സായി പോകട്ടെ എന്നുള്ള പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അതും ഇപ്പോൾ ഒരു ഈക്വൽ വെയിറ്റിലേക്ക് വന്നുകൊണ്ട് 10 മാർക്കിനുണ്ട്. അത് നമ്മൾ കുറച്ച് അങ്ങനത്തെ, അതായത് നമുക്ക് വീക്ക്, അത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാർക്ക് മാറും. അത് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് കൂടുതലായിട്ട് അത് പഠിക്കേണ്ട ആവശ്യകത ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മുടെ പ്രിപ്പറേഷൻ എപ്പോഴും ആവശ്യമാണ്. ആ ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ, കാരണം നമുക്ക് ഇപ്പം ഞാൻ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോഴാണ് സ്പെസിഫിക് ആയിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് സിലബസ് ഫുള്ള് അതിനകത്ത് നിന്ന് വെച്ചാൽ, അതിന് മുന്നേ പഠിക്കത്തില്ല, അതിന് മുന്നേ പഠിക്കുമെങ്കിൽ പോലും എക്സാക്ട്ലി സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസം അത് തീർത്തിട്ടേ അടുത്ത് എടുക്കൂ. അല്ലെങ്കിൽ എനിക്ക് ഇത് ബാക്ക്ലോഗ് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ഞാൻ വീക്കാണ്, അപ്പോൾ ഇത് ഇടയ്ക്ക് എനിക്ക് റിവൈസ് ചെയ്യണം, ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കിയില്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്നുറപ്പുള്ളതിനെല്ലാം ഷോർട്ട് നോട്ട്സ് എഴുതി അങ്ങനെ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താണ്, ടൈം ടേബിൾ കൊണ്ട് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ.
ഇപ്പൊ ടൈം ടേബിൾ ഒരു മസ്റ്റ് ആണ്. ടൈം ടേബിളും ഷോർട്ട് നോട്ട്സും ഒരു മസ്റ്റ് കണ്ടന്റ് തന്നെയായിരുന്നു അല്ലേ? അപ്പൊ സാറ് എക്സാമിന്റെ സമയത്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്യും, അല്ലാത്തപ്പോ ഷോർട്ട് നോട്ടും പ്രിപ്പയർ ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ ഈ ഷോർട്ട് നോട്ട്സ് ആണ് പിന്നീട് താങ്കളെ ബാക്കി എക്സാമുകൾക്കൊക്കെ മുമ്പോട്ടേക്ക്. അതില് നമ്മളിപ്പോ ഓരോ സബ്ജക്റ്റിനും ചിലപ്പോൾ 1-2 നോട്ട് നമ്മുടെ ഉണ്ടാവും. അതായത് ഫുള്ള് നമ്മൾ ആ സിലബസ് പ്രകാരം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 നോട്ട്ബുക്കിലൊക്കെ എഴുതാനുള്ള നോട്ട് ഉണ്ടാവും. പക്ഷേ എക്സാം സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടത്തില്ല. നമുക്ക് ഉപയോഗപ്പെടുന്നത് നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, അതിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾ, അത് ക്രിസ്പായിട്ട് ഒരു ചെറിയ ബുക്കിൽ അത് 2-3 വരെയിട്ട് മാറ്റിയിട്ട് ആവശ്യമുള്ള ഇക്വേഷനുകൾ. കാരണം നമ്മൾ PSCക്ക് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ചില ഇക്വേഷൻസിൽ നിന്ന് റിലേഷൻ വെച്ചിട്ടായിരിക്കും അതിൻ്റെ വരിക. ചിലത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ മെഷീൻസോട്ടൊക്കെ ബന്ധപ്പെട്ട് ഫ്ലക്സ്, EMF ജനറേഷൻ, അങ്ങനെ കുറേ റിലേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അൾട്ടിമേറ്റ് എടുക്കാം. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് തുറന്നു നോക്കിയാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് റൂട്ട് 2, റൂട്ട് 3 അങ്ങനെ കുറേ വാല്യൂസ് ഷോർട്ടായിട്ട് നമുക്ക് ഇന്ന വാല്യൂസ് ആണ് വരുന്നത്, കട്ട് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ആക്കാം എന്നുള്ള കുറേ സ്റ്റാൻഡേർഡുള്ള, അതായത് മാത്ത് പ്രോബ്ലംസ് വരുന്ന പേപ്പറുകൾക്കാണെങ്കിൽ അത് ബിടെക് ലെവൽ എക്സാംസിന് കുറച്ച് പ്രോബ്ലം തരം ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് കട്ടിൽ എങ്ങനെ കട്ട് ചെയ്യാം അതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന പറ്റും. പിന്നെ ചിലതൊക്കെ ഈ നമ്മുടെ ഓപ്ഷൻ എലിമിനേഷനിൽ കൂടെയും നമുക്ക് എന്താണ് മനസ്സിലാക്കി ഇതെന്തായാലും ആൻസർ. അത് നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ശരിക്കുള്ള ആൻസർ അറിയത്തില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഒഴിവാക്കിക്കൊണ്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതൊരു ശരിക്കും ഇപ്പം പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ് അല്ലേ? കുട്ടികൾക്കുള്ളൊരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളുക. ഒരു 20ഓളം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു വലിയ വിജയം ഇതിലൂടെ, ഈ ഒരു പാറ്റേണിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള സംശയമില്ല. ഇപ്പൊ സാർ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എക്സാമിനേഷൻ എല്ലാം സാർ ജനറലായിട്ടാണ് ഇവിടെ സമീപിച്ചത്. ഇപ്പൊ സാർ ഇത്ര എക്സാമുകൾ എഴുതി, ഏതാണ്ട് 20 റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ സാർ ധാരാളം എക്സാം എഴുതി കാണുമെന്ന് എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ സാറിന് എഴുതിയ എക്സാമുകളിൽ ചലഞ്ചിങ് തോന്നിയ എക്സാമുകൾ ഏതെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പാറ്റേൺ ചേഞ്ചിൽ വളരെ ഒരു വ്യത്യാസം തോന്നിയ എക്സാം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2022 ജനുവരി 1 ആയിരുന്നല്ലോ എക്സാം. 22-ലെ 1ാമത്തെ എക്സാം ആയിരുന്നു അത് ഡിപ്ലോമ ലെവൽ എക്സാം ആയിരുന്നു. അപ്പോൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഈ KSEB സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ AE പോലത്തെ എക്സാംസ് പ്രിപ്പയർ ചെയ്തെല്ലാം ഞെട്ടിപ്പോയി. കാരണം താരതമ്യേന വേക്കൻസി കുറച്ച് വരുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതിന് ഇത്രയും നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സബ് എഞ്ചിനീയറിൻ്റെ പ്രിലിംസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വരാൻ പോകുന്ന എക്സാംസിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രിലിംസ് ആയിട്ട് നോക്കാം. കാരണം PSC അതുവരെ വന്നൊരു പാറ്റേണിൽ നിന്ന് നല്ലൊരു ഡിഫറൻസ് ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു ലെവൽ അളക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പരമ്പരാഗതമായി കാണുന്ന ചില പാറ്റേണിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ആ പറയുന്ന എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ആ എക്സാമിന് 5ാം റാങ്കിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു അവസരം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ലെവലിലുള്ളതല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്ന ഒരു അവസരം ഉണ്ടല്ലോ. അതായത് എനിക്ക് ഈ ഒരു എക്സാമിന് നല്ലപോലെ സ്കോർ ചെയ്യണം, എനിക്ക് അവിടെ ഒരു ജോലി വേണം എന്ന്. അപ്പം ഇൻസ്പെക്ടറേറ്റിൻ്റെ കാര്യം ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അപ്പം അതുപോലൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡിലൊരു ജോലി, അതായത് അവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് വിളിച്ചപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് കിട്ടിയാൽ കൊള്ളായിരുന്നു. പണ്ട് തൊട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ വിചാരിക്കും ഇവിടെ ജോലി കിട്ടിയ, കാരണം അവിടുത്തെ പല ജീവനക്കാരൊക്കെ നമ്മൾ ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പഠിച്ച ഒരു ഇത് വെച്ച് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആഹാ നമുക്കുള്ള അവസരമായിരിക്കും, ശ്രമിച്ചു നോക്കാം എന്നൊരു തോന്നൽ വന്നു. പഠിച്ചു, കാര്യമായിട്ടൊക്കെ പഠിച്ചു വന്നു. അപ്പോഴത്തേക്ക് പക്ഷേ നമ്മുടെ കഷ്ടകാലമായിരിക്കും ചിലപ്പോൾ ഈ വൈറൽ ഫീവർ പിടിപെട്ടു എക്സാമിനടുപ്പിച്ച്. അപ്പോൾ തൃശ്ശൂർ വെച്ചിട്ടാണ് എക്സാം സെൻറ്റേഴ്സ് എല്ലാം. ട്രെയിൻ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ക്യാൻസൽ ചെയ്തു, പോകുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ മാനസികമായിട്ട് ഭയങ്കര വിഷമം. കാരണം ഇത്രയും ആഗ്രഹിച്ചിട്ട് അത് ചിലപ്പോൾ പോയി എഴുതിയ ലിസ്റ്റിൽ പോലും വരത്തില്ല, കാരണം ഒന്നും പഠിക്കുന്നില്ല, വൈറൽ ഫീവർ ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി രാവിലെ വൈകിട്ടും പോയി വേനിക്കൂടെ ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒട്ടും വയ്യാത്തൊരവസ്ഥ, ഭയങ്കര ടയേർഡാണ്. കാരണം 2-3 ദിവസമായി ആകപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം എന്തായാലും എക്സാമിന് പോകണമെന്ന് വെച്ചിട്ട് എൻ്റെ ബ്രദർ എൻ്റെ കാറിൽ രാവിലെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ വാഹനത്തിൽ പോയി. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ആയപ്പോഴത്തേക്ക് വയ്യ. അപ്പോൾ കോട്ടയൊക്കെ എത്തിയപ്പോൾ വിചാരിച്ചു തിരിച്ചിങ്ങി വരാം, പോകണ്ട. അപ്പോഴും ഇത് എഴുതിയില്ലെങ്കിൽ നാളെ എന്നും ഇതൊരു വിഷമാവും, ഇത് ജോലി കിട്ടും, ഇതെല്ലാം രണ്ടാമത്തെ. എക്സാം എഴുതാതെ വന്നാൽ അതൊരു വിഷമായിരിക്കും. അതുകൊണ്ട് എന്തായാലും പോയി എക്സാം എഴുതി തിരിച്ചു വന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് 8ാം റാങ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആ പോസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ പലരും മറ്റു ജോലി കിട്ടി പോകുമ്പോൾ അവിടെയാണെങ്കിലും ഈ പറഞ്ഞ ജോലി സാധ്യതയിലേക്ക് എത്തുന്നൊരു സാഹചര്യം വന്നു. അതായത് നമ്മൾ ഇത്രയും വയ്യാതെ പോയി നമ്മൾ ആഗ്രഹത്തിന്, അതായത് നമുക്ക് ആ പോസ്റ്റിലേക്ക് എത്തണം അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ നല്ല റാങ്ക് ആഗ്രഹമുള്ള പ്രിപ്പറേഷനിൽ
ചിലപ്പോൾ ഒരു ജോലിയിലേക്ക് പോലും എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതെന്താണ് എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ ആത്മാർത്ഥമുള്ള ഒരു ആഗ്രഹം, നമ്മൾ അതിനുവേണ്ടി കൊടുത്ത പരിശ്രമമാണ്. അതായത് അതുപോലുള്ള ഡെഡിക്കേഷൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ ആ എക്സാമിന് അത്രയും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നഷ്ടപ്പെട്ടിട്ട് പോലും ഒരു 8ാം റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റിയതും ഈ പറഞ്ഞ ചിലപ്പോൾ ഒരു ജോലിയിലേക്ക് പോലും എത്താം. സാറ്, അതായത് സാറിന്റെ സംസാരത്തിൽ നിന്നും സാറിന്റെ ഉത്തരങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഇൻഫറൻസ് ആണ്. അതായത് സാർ എല്ലാ ലെവലിലും എക്സാംസ് എഴുതുന്നുണ്ട്. സാറ് ബിടെക് ലെവലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്, മാത്രമല്ല എംടെക്കുകാരൻ കൂടിയാണ്. എന്നിട്ടും താങ്കൾ എഴുതിയ എക്സാമിന് നിലവിലെ യോഗ്യത ITA മുതൽ മുകളിലേക്ക് വരുന്ന 10ാം ക്ലാസ് ITA ഉള്ളവർ എഴുതുന്ന എക്സാം പോലും സാർ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എക്സാമുകൾ കൂടി എഴുതാനുള്ള കാരണം എന്തായിരുന്നു? അതിന് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഡ്രീം അവിടെ നിൽക്കും. ജോലി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം നമുക്ക് അർഹതയുള്ള ഇക്വലൻസി വെച്ചോ ഹയർ വെച്ചോ അപ്ലൈ വരുന്ന എല്ലാ പോസ്റ്റുകളും വന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലതും ഈ പറഞ്ഞല്ലോ ജോലി കിട്ടിയതാണെങ്കിലും റാങ്ക് ലിസ്റ്റ് ആദ്യം വന്നാണെങ്കിലും പലപ്പോഴും ഇങ്ങനത്തെ തസ്തികകളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഈ പറഞ്ഞ ഹയർ പോസ്റ്റിൽ എത്തിയുകൊണ്ട് ചിലത് ഈ പറഞ്ഞ ഡിലീഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മളതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. പക്ഷേ അന്ന് അങ്ങനെ എഴുതിയത് കൊണ്ട് റാങ്ക് ലിസ്റ്റ് വന്നത് മാത്രമല്ല എനിക്കുണ്ടായ ഒരു ബെനിഫിറ്റ്, എക്സാം ഹോളിലെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഭയങ്കര യൂസ്ഡ് ടു ആയി. നമ്മൾ വീട്ടിലിരുന്ന് ഒരു OMR ഷീറ്റും കൊടുത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ ചിലപ്പോൾ 100ൽ 80 എണ്ണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ അത് 70ലേക്ക് പോലും ചിലപ്പോൾ എത്തിക്കാൻ പറ്റത്തില്ല. കാരണം അതാണ് ആ അറ്റ്മോസ്ഫിയർ വേറെയാണ്. ടൈം, കാരണം നമുക്ക് PSC അറിയില്ല, വാച്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട PSC ഇടുന്ന 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇടുന്നുണ്ടാവുക. കാരണം എന്ത് പറഞ്ഞാലും ഒരു എക്സാമിന്റെ മാക്സിമം അറ്റംപ്റ്റ്സ് ചിലപ്പോൾ ഒരു 80 85 ആയിരിക്കും. ഒരു ബിടെക് ലെവൽ എക്സാമിന് ചിലപ്പോൾ മാക്സിമം മീൻസ് മാർക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതും ഒരു സ്ട്രാറ്റജിയാണ്, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യന് നമ്മൾ 10 മിനിറ്റ് മുടങ്ങിയാൽ അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള 1 മാർക്കുള്ള 5 മാർക്കിന് ഒഴിവാക്കിയിട്ടായിരിക്കും ആ 1 മാർക്കിന് വേണ്ടി ചെയ്യുന്നത്. PSCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും എന്താണ്, ഒരേ വെയിറ്റേജ് ആണ്. അപ്പം നമ്മൾ അവിടെ യുക്തിപൂർവ്വം ചിന്തിക്കണം, ഇത് ഞാൻ ചെയ്യണോ, ഇതിനു വേണ്ടി കൂടുതൽ സമയം കളയണം. ചിലതാണെങ്കിൽ ഓപ്ഷൻ പോലും ചിലപ്പോൾ തെറ്റായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അയ്യോ ആൻസർ എന്താ കിട്ടാത്തെന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ഇതുണ്ടാവണം, ഇത്ര ടൈമേ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി മാറ്റി വെക്കാമെന്നുള്ളത്. അപ്പോൾ ആ ടൈം മാനേജ്മെന്റ് എക്സാം ഹോളിൽ ഉണ്ടാകുന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്ര സമയം കിട്ടും, ഇത്ര ടൈം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്താൽ ഇത്ര ടൈം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമിൽ നമുക്ക് ഒന്നുകൂടെ ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയറായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടി ഒരുപാടായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു ബിടെക് ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒരു ഗ്രാജുവേറ്റ് ലെവൽ ആവണമെന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ബേസിക്സ് ആയിരിക്കും. അപ്പോൾ അത് ഡിപ്ലോമ ലെവലിൽ പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ IT ലെവൽ എക്സാംസ് പഠിച്ചവർക്ക് അത് എന്തായാലും ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ പോസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിട്ടായിരിക്കും ചിലപ്പോൾ സിലബസ് വരിക, എക്സാം വരിക. അപ്പോൾ എന്നാൽ പോലും ഇതിനകത്തൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് എവിടെ എടുത്താലും കോമൺ ആണ്. അത് IT ആയാലും ഡിപ്ലോമ ആയാലും ബിടെക് ആയാലും കോമൺ ആണ്. പിന്നെ ഈ പറഞ്ഞ ആ യോഗ്യത അനുസരിച്ചുള്ള അല്ലെങ്കിൽ ടോപ്പിക്സിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇപ്പം കൺട്രോൾ സിസ്റ്റം ഒന്നും ഡിപ്ലോമ ലെവൽ എക്സാംസിന് അല്ലെങ്കിൽ IT ലെവൽ എക്സാംസിന് വേണ്ട, പക്ഷേ ബിടെക്കിന് പഠിക്കണം. അങ്ങനെയുള്ള ഡിഫറൻസ് മാത്രമേ ഇതിൽ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചു അല്ലേ? അപ്പം അതായത് ഏതൊരു ഉദ്യോഗാർത്ഥിയും ഈ ബിടെക് ഉണ്ടെങ്കിലും എംടെക് ഉണ്ടെങ്കിലും ഈ ഒരു യോഗ്യത ഉള്ള പോസ്റ്റിന് കൂടി തയ്യാറെടുക്കുന്നത് അയാളുടെ ആത്യന്തികമായിട്ട് അയാളെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് മറ്റൊന്നുമല്ല, അപ്പോൾ സാറ് പറഞ്ഞു സാർ എഴുതിയ എക്സാമിനേഷനുകളിൽ 3 ലെവലിലുള്ള എക്സാം, അതായത് ITA ലെവല്, ഡിപ്ലോമ ലെവല്, ബിടെക് ലെവൽ, ഈ 3 ലെവൽ എക്സാമിനേഷനും ഒരേ സ്ട്രാറ്റജി ആയിരിക്കത്തില്ല സാർ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഈ 3 എക്സാമിനേഷൻ്റെയും 3 ലെവലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 എക്സാമിനേഷനെയും വ്യത്യസ്തമായ രീതിയിൽ സാറ് ക്രാക്ക് ചെയ്തെടുത്തത്? സാറ് ചോദിച്ച വളരെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു IT ലെവൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ IT ലെവൽ എക്സാം ബിടെക് പഠിച്ചാൽ അത് കിട്ടുമെന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതിന് കൂടുതൽ ഈ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ മെറ്റീരിയൽ സയൻസിൽ ഉള്ള, അതായത് മെറ്റീരിയൽസ്, ഡയമെൻഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് നോർമൽ ബിടെക് ലെവൽ എക്സാമിൽ നമ്മൾ ആവശ്യം വരുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറേ പ്രാക്ടിക്കൽ ലെവലുള്ള നോളജിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഇപ്പം നമ്മളൊരു JB ഗുപ്ത നോക്കിയാലോ അല്ലെങ്കിൽ VK മേത്ത നോക്കിയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ അതിന് ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ നിമി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രേഡ് തിയറി ഉണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് MCQസിൻ്റെ PDF ആയിട്ട് തന്നെ അവൈലബിൾ ആയിരുന്നു. ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെയും വയർമാൻ ട്രേഡിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഏത് IT ലെവൽ എക്സാം ആണെങ്കിലും അത് ജോലി കിട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ പറഞ്ഞല്ലോ ഏതായാലും നമുക്ക് ജോലിയാണ് ആത്യന്തികമായിട്ട് അത്യാവശ്യമുള്ളത്. കാരണം ഞാൻ ആദ്യം കയറിയ സെക്കൻഡ് ഗ്രേഡ് ഓർസിറായിട്ടാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ ഡിപ്ലോമ ITA ആയിരുന്നു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഹയർ വെച്ചാണ് എഴുതിയത്. അതിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് അതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് എക്സാം വന്നാലും ഒരു തവണയെങ്കിലും ഈ MCQ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ടേ പോകാറുള്ളൂ.
എനിക്കൊന്ന് 4 മോഡ്യൂളോ മറ്റെന്തോ ആയിട്ടാണ് അതിൻ്റെ സബ്ജക്ട്സ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഓരോത്തിനകത്തും ഒരു പർട്ടിക്കുലർ നമ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫുള്ള് വർക്കൗട്ട് ചെയ്യുക. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് എല്ലാ എക്സാംസിനും കിട്ടും. ഡിപ്ലോമ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ മൈക്രോ കൺട്രോൾ പോലത്തേക്ക് ടോപ്പിക്സ് എല്ലാം അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം എക്സാംസിന്. അതിനും അപ്പോൾ ആ ടോപ്പിക്സ് എക്സ്ട്രാ നമ്മൾ പഠിക്കാനായിട്ട് എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മെഷീൻസോ പവർ സിസ്റ്റമോ ഒക്കെ ഈ പറഞ്ഞ ഡിപ്ലോമ ആയാലും ബിടെക് ആയാലും കോമൺ ആണ്. IT ലെവലിൽ അത്ര പവർ സിസ്റ്റമോ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അവിടെ കൂടുതലും നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്സ് അങ്ങനെ പറയുമല്ലോ, ബേസിക്സ് അല്ലെങ്കിൽ മെഷീൻസിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പ്രാക്ടീസുകളുണ്ടല്ലോ. ഓരോ നമ്മുടെ വയർമാൻ പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കുമായിട്ട് വന്നൊരു പ്രാക്ടീസിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ട്രേഡ് തിയറിയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അങ്ങനെ വരും. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ബിടെക് ലെവൽ എക്സാം എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആയതുകൊണ്ട് തന്നെ കൺട്രോൾ സിസ്റ്റം ആണെങ്കിലും സിഗ്നൽ സെൻസ് സിസ്റ്റം ആണെങ്കിലും എല്ലാം നമ്മൾ നല്ലപോലെ തന്നെ അറിഞ്ഞിരിക്കണം. കാരണം 10 മാർക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പം ഒരു കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ PSC പണ്ട് അതെങ്കിൽ ഈ ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. PSC കറക്റ്റ് ഡയഗ്രാംസ് ഉൾപ്പെടെ വന്നിട്ട് തന്നെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷനൊക്കെ ഈ പറഞ്ഞ കൺട്രോൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നലിൻ്റെ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ടുള്ള ഇതാണെങ്കിലും ഒക്കെ കൺട്രോൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ്വർക്ക് തിയറി എടുത്താൽ അതിൻ്റെ സർക്യൂട്ട് തന്നിട്ട് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ തിയറം സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഓപ്പ് ആംസിൻ്റെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയഗ്രാം വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ടു ആയാൽ മാത്രമേ എക്സാം സെൻറ്ററിൽ പോയി നമുക്ക് ആ ചെറിയ സമയം കൊണ്ട് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എക്സാംസിന് ഇനി അതിൽ ബിടെക് ലെവൽ എക്സാമിലാണെങ്കിൽ നമ്മൾ കേരള PSCയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതർ സ്റ്റേറ്റ് PSCകളുടെയൊക്കെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ബാങ്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ ഒരു YCT എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് PSCസിൻ്റെയോ അല്ലെങ്കിൽ PSUസിൻ്റെയോ ജൂനിയർ എഞ്ചിനീയർ AE ലെവൽ പോസ്റ്റുകളെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് 2 വോളിയമായിട്ടാണ്. അത്യാവശ്യം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ആൻസറും നമ്മൾ ഫോളോ ചെയ്യേണ്ട, കാരണം കുറച്ച് തെറ്റുകളുണ്ടാകും. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു നമുക്ക്. ഇപ്പം നോർമലി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു കോച്ചിങ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന അതുകൊണ്ട് മാത്രം നമുക്ക് അത്ര റാങ്കിലേക്ക് എപ്പോഴും എത്താൻ പറ്റുന്നില്ല. നമ്മുടേത് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. അതിലാണ് നമ്മുടെ റാങ്ക് ഇരിക്കുന്നത്. ഒരാൾ 1ാം റാങ്ക് വാങ്ങിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ബാക്കിയുള്ള ആളുകളിൽ നിന്ന് എന്തോ വ്യത്യസ്തമായിട്ട് അധികം ഒന്ന് പഠിച്ചിട്ടുണ്ടെന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. പുള്ളി സ്പെസിഫിക് ആയിട്ട് പഠിച്ചതോ അല്ലെങ്കിൽ പുള്ളി എക്സ്ട്രാ എഫേർട്ട് ഇട്ടതിലാണ് പുള്ളിക്ക് ഫസ്റ്റ് റാങ്ക് അതിന് കിട്ടിയിട്ടുണ്ടാവുക. നമ്മളതിന് ഈ പൂച്ചയാണ് എക്സാമ്പിൾ. പൂച്ചയെ നമ്മൾ എങ്ങനെ എടുത്തിട്ടാലും 4 കാലിലെ വീഴത്തില്ല. അതുപോലെ ആവണം നമ്മുടെ എക്സാം. അതായത് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. അതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് എക്സ്ട്രാ ഇനി ഓൺലൈനായിട്ട് ഈ പറഞ്ഞ കോച്ചിങ് സെൻ്ററുകളിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻ്ററിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ അതിന് പുറമെ നമ്മുടെ എന്തെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായൊരു മെസ്സേജ് തന്നെയാണ്. അപ്പോൾ എന്തായാലും സാർ ഇങ്ങനെ റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം സാറിന് ഇനിയും ലക്ഷ്യങ്ങൾ തീരുന്നില്ല, ഇനി ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ സാറിന് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അതായത് ഇലക്ട്രിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് മാത്രമായിരിക്കത്തില്ല, ഇനിയും ധാരാളം പോസ്റ്റുകൾ വരുന്നുണ്ട്. സാറിന്റെ അറിവിൽ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പോസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നിലവിൽ ഇൻസ്പെക്ടറേറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു. 2020 ഈ പ്രിപ്പറേഷനിലേക്ക് ഞാനൊക്കെ വന്ന സമയത്ത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു. അതിനുശേഷമാണ് PWD ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും മറ്റ് IT ലെവൽ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ഓപ്പറേറ്റർ പോസ്റ്റുകളാണെങ്കിലും പിന്നെ KSEB സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, പോളിടെക്നിക് ലെക്ചറർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഇതെല്ലാം അതിന് ശേഷം വന്നാണ്. അപ്പോൾ ഒരു സൈക്കിളിന്റെ തുടക്കമാണിപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഈ പല റാങ്ക് ലിസ്റ്റുകളും അടുത്ത വർഷങ്ങളിൽ 2026-ലോ 2027-ലോ ആയിട്ട് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലിസ്റ്റ് തീരാറാകുമ്പോൾ ഇപ്പോഴത്തെ PSC ട്രെൻഡ് വെച്ച് ആ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരികയും ആ ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ടൈമിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊട്ടടുത്ത ഡേയിൽ തന്നെ അല്ലെങ്കിൽ പോലും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെയെങ്കിലും പുതിയ ലിസ്റ്റ് വരുന്നുണ്ട്. തൊട്ടടുത്ത ഡേ വരുന്ന റാങ്ക് ലിസ്റ്റുകളും നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പണ്ടത്തെ പോലെ 4-5 വർഷത്തെ കാത്തിരിപ്പല്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, പെട്ടെന്ന് അടുത്ത നെക്സ്റ്റ് ഇയർ എക്സാം നടക്കുന്നു, അതേ വർഷം കൊണ്ട് കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഇടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാംസിന്റെ ലിസ്റ്റ് ഈ പറയുന്ന 1-2 വർഷത്തെ അവസാനിക്കുമെങ്കിൽ നമുക്ക് ഊഹിക്കാം ഈ വർഷവും ഇനി നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്, അടുത്ത വർഷം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഒരു നീണ്ട നേരം തന്നെ ഇനി വരും. കാരണം ഞാൻ ഇതിലെനിക്ക് എടുത്തു പറയേണ്ടത് ഈ KSEBയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് KSEBയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നുകൊണ്ട്
ഈ പറഞ്ഞ ഇനി വിളിക്കത്തില്ല. അതായത് ഓൾറെഡി തൊട്ട് മുന്നത്തെ വർഷങ്ങളിലായിട്ട് 2013-14 ടൈം വിളിച്ച് റാങ്ക് ലിസ്റ്റുകൾ 2016-ലോ 17-ലോ ഒക്കെ വന്ന് 18-ലാണ് ബിടെക് എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ വർഷങ്ങളെടുക്കും. അതുകൊണ്ട് അന്ന് എല്ലാവരും പറഞ്ഞു KCBയിൽ ഇനിയിപ്പോൾ ആളെ കുറയ്ക്കുന്നുണ്ട്, ആളെ എടുക്കത്തില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരികയും ഇപ്പോൾ ഈ ഒരു 600ഓളം പേരെ സബ് എഞ്ചിനീയറായിട്ടും അല്ലെങ്കിൽ 250 അടുപ്പിച്ച ആളുകളെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായിട്ട് ഇപ്പം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും വേക്കൻസീസ് വരും. ഇതിലുള്ള ആളുകൾ ജോയിൻ ചെയ്യാതിരിക്കുമ്പോൾ NJD വേക്കൻസി വരും. ഈ NJD വേക്കൻസി PSCക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ട് PSC അങ്ങനെ നമ്മുടെ സർക്കാർ സർവീസിൽ അങ്ങനെയാണ്. ഒരാൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ ആ വേക്കൻസി നേരെ PSC റിപ്പോർട്ട് ആവുന്നു. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടില്ല എങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലേക്കും, അത് എക്സ്പയർ ആയെങ്കിൽ തൊട്ടടുത്ത ലിസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ഉണ്ടായാലല്ലേ ആ ഒരു NJD അവിടെ റിപ്പോർട്ടായി അവർക്ക് നിയമന ശുപാർശ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ കാലതാമസങ്ങൾ ഡിപ്പാർട്ട്മെന്റ് റിക്വയർമെന്റ് അനുസരിച്ച് വ്യത്യാസം വരാം. പക്ഷേ ഇത് നമ്മൾ എന്ന് വേണോ ഇത് പ്രതീക്ഷിക്കണം, എപ്പോൾ വേണോ ഈ നോട്ടിഫിക്കേഷൻസ് വരും എന്ന് പ്രതീക്ഷിച്ച് വേണം ഇനിയുള്ള പ്രിപ്പറേഷനായിട്ട് പോകാനായിട്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നിയൊരു ജിജ്ഞാസയാണ്. അതായത് എനിക്കറിയാം സാർ ഓൾറെഡി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പം ഇപ്പം നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ പഠനം എങ്ങനെയാണ് സാർ? അതായത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. അതായത് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണയിൽ നമ്മളെ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം സാറിന് കിട്ടിയിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് സാധാരണ രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു റാങ്ക് ലിസ്റ്റിലാണ് സാർ നിൽക്കുന്നത്. അപ്പോൾ സാറിന്റെ കാഴ്ചപ്പാടിൽ സാർ അതിനുവേണ്ടിയുള്ള എഫർട്ട് എന്താണ് നടത്തുന്നത്? അതായത് സാറ് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടോ, അതോ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറാം എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ്? എന്താണ് സാറിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഒരവസ്ഥ? വളരെ റിലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇൻസ്പെക്ടറേറ്റ് എയിം ചെയ്ത് ഇറങ്ങിയ ഒരാൾ ഇതുവരെയും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് ജോലിക്ക് കയറിയിട്ടില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിലുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഇൻസ്പെക്ടറേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. സാർ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഇൻസ്പെക്ടറേറ്റിന് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ്. അത്രയും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ട് പലതരത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് റിസൾട്ടിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതിന് അന്ന് എടുത്തിട്ടുള്ള നോട്ടും മെറ്റീരിയൽസും എല്ലാം ഇപ്പോഴും കയ്യിലുണ്ട്. അപ്പോൾ അത് പതുക്കെ ഒന്ന് പൊടി തട്ടി തുടങ്ങാം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് 1 വർഷത്തിന്റെ കാലാവധിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല ഈ ജോലിയിലേക്ക് എപ്പോൾ എത്താൻ പറ്റും പറയാൻ. PSC സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഇതിൽ പല ആളുകളും മറ്റ് ജോലികൾ കിട്ടി പോകുമ്പോൾ ഒഴിവുണ്ടാകും. നമുക്കത് എപ്പോഴും ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ലിസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും അതിന് അഡ്വൈസ് വന്ന് നിൽക്കുക. പക്ഷെ എന്നാലും നമുക്കത് 100% വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നിലവിലത്തെ ജോലിയെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. ഈ എക്സാംസിന്റെ ഒരു ആന്റിസിപ്പേറ്റഡ് ആയിട്ടൊരു ഡേറ്റ്, അതായത് ഇപ്പോൾ PSC അങ്ങനെയാണല്ലോ, ഒരു വർഷം നടത്താൻ പോകുന്ന എക്സാമുകളിലെ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ പബ്ലിഷ്. അങ്ങനെ ഒരു കലണ്ടർ വരുന്ന സമയത്ത് ഈ എക്സാമിന്റെ ഡേറ്റ് എപ്പോഴത്തേക്കാണ് നോക്കിയിട്ട് അതനുസരിച്ച് ഒരു സീരിയസ് പ്രിപ്പറേഷനായിട്ട് പോകണം എന്നതിനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എത്തണം എന്നുള്ളതിനാണ് ഇപ്പോഴും ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത്. സാറ് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാളം ചോദ്യങ്ങൾ ഉണർന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി എക്സാമുകൾ ഇനി വരാൻ പോവുകയാണ്. അതിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ഇവരോടൊക്കെ ആയിട്ട് ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ പറയുവാനുള്ളൊരു മെസ്സേജ് എന്താണ്? ദയവായി കുട്ടികൾക്കൊരു ഗൈഡൻസ് എന്ന രീതിയിൽ സാർ അതൊന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇതിലിപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, വിജയിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ഞാനെപ്പോഴും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ അച്ചീവ് ചെയ്തായിട്ട് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും ഇപ്പോഴും ഒരു ഉദ്യോഗാർത്ഥിയായിട്ടാണ് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷമായി. 2020 ആരംഭിച്ച് ഇപ്പോൾ 5ാം വർഷമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പല എക്സാംസും നല്ല റാങ്ക്, പല റാങ്ക് ലിസ്റ്റുകളിലും ആദ്യ 10 തന്നെ വരാൻ പറ്റി, ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ ഇപ്പോഴും ആ ഒരു നമ്മൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും പ്രിപ്പയർ ചെയ്യണം, ഇനിയും ആ ഒരു ജോലിയിലേക്കുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ജോലി സാധ്യതകളെ പറ്റിയുള്ള സംശയം കൊണ്ട്, അതായത് സർക്കാർ മേഖലയിൽ PSCയിൽ ഇത്രയും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് അവസരമുണ്ടോ എന്നുള്ളതൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആളുകൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഇലക്ട്രിക്കൽ യോഗ്യതയുള്ള ആളുകൾക്കുള്ള അവസരങ്ങളുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നതാണ്. അത് പല ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ തന്നെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്കിൽഡ് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്, ലൈൻമാൻ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് തസ്തികകളിൽ വിജ്ഞാനം വരും. പിന്നെ ITകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞ തസ്തികയുണ്ട്, ഡെമോൺസ്ട്രേറ്റർ എന്നാണ് പോസ്റ്റ് ഉണ്ട്. ഇനി അത് എഞ്ചിനീയറിംഗ് ലെവലാണെങ്കിൽ
ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 പോലത്തെ പോസ്റ്റുകളുണ്ട്. ഇനി ടീച്ചിങ് പ്രൊഫഷനാണ് ഇഷ്ടമെങ്കിൽ ഇതിൽ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡിപ്ലോമ ലെവലാണ്, അതിനുശേഷം പോളി ലെക്ചർ ബിടെക് ലെവലായിട്ടുണ്ട്. ഇനി എംടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുണ്ട്. അപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര ചെറിയ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റ് അല്ല. അത്യാവശ്യം നമ്പേഴ്സിൽ നിയമനം നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ 20+ അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 50+ അഡ്വൈസ്. ആലോചിച്ച് നോക്കണം, ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 50+ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആൾക്കാരെ നിയമിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു അവസരം എംടെക് ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു സ്റ്റാറ്റസ് ഉള്ള, അത്യാവശ്യം സാലറി സ്കെയിൽ ഉള്ളൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കാം. പിന്നെ നിലവിൽ ഈ പറഞ്ഞ ലിസ്റ്റുമായിട്ട്, ഈ പറയുന്ന തസ്തികളോട് ബന്ധപ്പെട്ടിട്ട് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ, അതിലേതൊക്കെ സമയത്ത് കഴിയും, ഇതൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നമുക്ക് എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം സ്പീഡാക്കണം എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷമാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ മുമ്പിൽ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രണ്ടുള്ള തൊട്ട് മുന്നേ നടന്ന റിക്രൂട്ട്മെന്റിന്റെ സിലബസാണ്. അപ്പോൾ ആ സിലബസ് ആയിരിക്കണം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഉപയോഗിക്കുക. ആ സിലബസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ബേസിക് സബ്ജക്ട്സ് എത്ര സിലബസിൽ വ്യത്യാസം വന്നാലും മാറ്റങ്ങൾ ഉണ്ടാവത്തില്ല. അതായത് ഇലക്ട്രിക്കൽ എക്സാമിനാണെങ്കിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടോപ്പിക്സ് ഉണ്ട്. അത് ഉറപ്പായും പഠിച്ചു തുടങ്ങുക. എന്നിട്ട് ഇപ്പോൾ PSCയുടെ പുതിയ ഒരു പാറ്റേൺ പ്രകാരം തൊട്ടടുത്ത വർഷം നടക്കാൻ പോകുന്ന എക്സാംസിന്റെ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ PSC പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കലണ്ടറിൽ നമുക്കറിയാം നമ്മൾ എയിം ചെയ്യുന്ന എക്സാം എപ്പോഴത്തേക്കാണ്. അതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് നമുക്ക് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സിലബസിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ മുൻകൂറായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എക്സാം ഡേറ്റ് വരുമ്പോൾ സിലബസിൽ മാറ്റം ഉണ്ടെങ്കിൽ അറിയാം. അതനുസരിച്ച് പുതിയതായിട്ട് എക്സ്ട്രാ ടോപ്പിക്സ് പഠിക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് എക്സാം ആയാലും അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇനി നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ എയിം ചെയ്ത ജോലി ഉണ്ടെങ്കിൽ അതിന് താഴോട്ടുള്ള ജോലി അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ എഴുതാതിരുന്നാൽ ആ പോസ്റ്റ് എയിം ചെയ്യുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഈ പറഞ്ഞ നമുക്കൊരു ജോലി നമ്മൾ എയിം ചെയ്ത് അല്ലെങ്കിൽ തൊട്ട് താഴത്തെ ജോലി കിട്ടിയെങ്കിൽ പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ എക്സാം എഴുതി ഒരാൾ അവസരം കളയുന്നതിനോട് പേഴ്സണലി എനിക്കൊരു യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മളൊരു മാനസികമായിട്ട് പറയുന്നത്, നമ്മളെപ്പോലെ ജോലിയുള്ള ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ ഒരു ആസ്പെക്റ്റിലാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കോച്ചിങ് ഒബ്വിയസ്ലി എടുത്താൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ ബിടെക്കിൻ്റെ ഒരു ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ഫുള്ള് മറിച്ചെന്ന് വെച്ച് നമുക്കൊരിക്കലും ഒരു PSC എക്സാമിൻ്റെ റാങ്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ ഏറ്റവും പ്രധാനം കൺസിസ്റ്റൻസി, കാത്തിരിക്കുക, പ്രിപ്പയർ ചെയ്യുക, ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി, ഒരു സർക്കാർ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും എന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും ജോലി ലഭിക്കും. അതിലെ പ്രിപ്പറേഷൻ്റെ നമ്മുടെ ലെവൽ അനുസരിച്ച് നമുക്ക് നമ്മുടെ എയിമിലേക്ക് എത്താൻ പറ്റും. എന്തായാലും ഒരു ജോലി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഒരിക്കലും വരില്ല. എന്തായാലും ഒരു ജോലി ലഭിക്കുന്ന അവസ്ഥ ഉറപ്പുണ്ട്. അത്രയും അവസരങ്ങളുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടാണ് അറിയാത്തത്. അതുകൊണ്ട് ടെക്നിക്കൽ യോഗ്യതയുള്ള ആളുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലാണ് ഡിസ്കഷൻ നടക്കുന്നതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർ ഈ പറഞ്ഞ ഇതിൻ്റെ തൊഴിൽ സാധ്യത മനസ്സിലാക്കാതെ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിത് ഇഷ്ടമുള്ളവരാണ്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള അറിവില്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ ഫേസ് ചെയ്താൽ താൻ പരാജയപ്പെട്ടു എന്നുള്ള ഭയം, അതാണ് നമ്മളെപ്പോഴും പിന്നോട്ട് അടിക്കുന്ന ഒരു കാര്യം അല്ലേ. നമ്മൾ ആദ്യം ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ തോറ്റുപോകും എന്നുള്ള ഭയം കൊണ്ട് ഇറങ്ങാതിരിക്കുന്നൊരു, നമ്മളൊരു കാര്യം ഒരു ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റേബിളായി, അത് പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ, IT-യിലായിക്കോട്ടെ, എന്തിലായിക്കോട്ടെ, അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, അവിടെ തുടരുക. സർക്കാർ ജോലിക്ക് തന്നെ വരണം അല്ലെങ്കിൽ ഇതാണ് അൾട്ടിമേറ്റ് ചെയ്യുന്നത് അവർക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ സർക്കാർ ജോലിക്ക് ആഗ്രഹിക്കുകയും മാനസികമായിട്ട് താല്പര്യമില്ലാത്തൊരു മേഖല വർക്കും ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇത് ശ്രമിക്കുക. എന്തായാലും എഞ്ചിനീയറിംഗ് മേഖലയിൽ ഈ പറഞ്ഞ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഇപ്പോഴും ഉണ്ട്, ഇനിയും വരും. ചിട്ടയായ പഠനവും ഒപ്പം തന്നെ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും അനായാസേന കരസ്ഥമാക്കാൻ പറ്റുന്നതാണ് എക്സാമുകൾ എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഇവിടെ ഇരുന്ന് നിങ്ങളോട് അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചത്. നിങ്ങളുടെ ലക്ഷ്യബോധവും നിങ്ങളുടെ ആഗ്രഹവുമാണ് നിങ്ങളെ മുമ്പോട്ടേക്ക് നയിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ഈ ഒരു ബോധത്തോടു കൂടി മുമ്പോട്ട് പോയാൽ സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സർക്കാർ ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.